PV അൻവറിന്റെ രാഷ്ട്രീയ നീക്കത്തിന് പിന്നാലെ മറുപടിയുമായി UDF ചെയർമാൻ VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും. PV അൻവറിനെ കോൺഗ്രസിലെടുക്കുന്ന കാര്യം പുതിയ സാഹചര്യവുമായി വിലയിരുത്തി തീരുമാനിക്കുമെന്നായിരുന്നു VD സതീശന്റെ മറുപടി. അവരുടെ പുതിയ സാഹചര്യങ്ങൾ കൂടി എല്ലാം വിലയിരുത്തിയിട്ടൊരു തീരുമാനമുണ്ടാവും. പുതിയതായ ഇലക്ഷൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുണ്ടായ സാഹചര്യം അന്ന് ഞങ്ങൾ അദ്ദേഹത്തെ UDFന്റെ ഭാഗമാക്കാൻ വേണ്ടി തീരുമാനിച്ചു. പുതിയ സാഹചര്യം വിലയിരുത്തിയിട്ട് തീരുമാനമെടുക്കും. അഴിമതി, പോലീസിന്റെ പക്ഷപാതം, കർഷകർക്കെതിരെയുള്ള പ്രശ്നങ്ങൾ, വന്യമൃഗശല്യം തുടങ്ങിയവയാണ് PV അൻവർ സർക്കാരിനെതിരെ പറഞ്ഞത്. ഇത് സർക്കാരിന്റെ നയങ്ങളാണ്. നയങ്ങളെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് KPCC സംസ്ഥാന പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. PV അൻവർ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. നിലമ്പൂരിന്റെ മണ്ണിൽ ആര്യാടൻ ഷൗക്കത്ത് മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. അൻവർ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ നയങ്ങളാണ്, ജനവിരുദ്ധ നയങ്ങളാണ്. കർഷകർക്കെതിരെയുള്ള സമീപനം, പോലീസിന്റെ അഴിമതി, പക്ഷപാതം, വന്യമൃഗശല്യത്തിലെ ഗവൺമെന്റിന്റെ നിസ്സംഗത, ഇതൊക്കെയാണ് അൻവർ ഉയർത്തിയത്. ആ വിഷയങ്ങൾ ജനങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. അതാണ് UDF ഏറ്റവും ശക്തമായിട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ചത്. അവിടെ സർക്കാരിനെ പരാജയപ്പെടുത്താൻ, സർക്കാരിന്റെ നയങ്ങളെ തിരുത്താൻ സാധിക്കുന്ന രാഷ്ട്രീയ ശക്തി കേരളത്തിൽ UDF ആണ്, കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇരുവരും ചൊവ്വാഴ്ച രാവിലെ ഷൊർണൂരിൽ എത്തിയ ശേഷം സ്വീകരണം ഏറ്റുവാങ്ങി നിലമ്പൂരിലേക്ക് റോഡ് മാർഗം യാത്ര തിരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.